ഇറാന്റെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ പങ്കാളിത്തം വേണമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. തങ്ങൾ പറയുന്ന ആളിനെ അവിടെ പരമോന്നത നേതാവായിട്ട് വെക്കണമെന്നാണ് പറയുന്നത്. ഇറാൻ അത് പുച്ഛിച്ച് തള്ളി കീഴടങ്ങത്തില്ല എന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു വിചിത്രമായ കാര്യമാണ്. ഈ വെനിൻസ്വേലയിൽ പോയി ഒരു മാസം ഏതാണ്ട് ഒരു 10-12 യുദ്ധക്കപ്പലുകളും 10-15,000 സൈന്യവുമായി കാത്തുകിടന്ന ട്രംപ് രാത്രിക്ക് രാത്രി ഉറങ്ങിക്കിടന്ന അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മഡോറോയെയും അതുപോലെ തന്നെ ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയത് പോലെ ഇവിടെയും പുള്ളിയുടെ ആവശ്യം ഇപ്പം ഏതായാലും നിലവിലുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിച്ചു, അദ്ദേഹത്തിന് കൂടെയുള്ള പ്രമുഖ നേതാക്കളെയൊക്കെ വധിച്ചു. ഇനി ഞാൻ പറയുന്ന ആള് ഇറാൻ ഭരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇറാനെ ആക്രമിച്ചതെന്നുള്ള ദൗത്യം പറഞ്ഞു കഴിഞ്ഞു. അതിന് ഭരിക്കട്ടെ, ഇറാനിൽ തൻ്റെ ആൾ ഭരിക്കണം. അത് ഞാൻ പറയും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വെനിൻസ്വേല പോലെയല്ല, വളരെ വ്യത്യസ്തമാണ്. അവിടെ മതപണ്ഡിതന്മാർ, സൈന്യം, റവല്യൂഷണറി ഗാർഡ്സ്, ഇങ്ങനെ പല ലെയറായിട്ടുള്ള ആൾക്കാർ, സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചേർന്നാണ് അവിടെ ഒരു ഭരണകൂടം ഉള്ളത്. ആ സിസ്റ്റത്തെ താർക്ക് അവർ ഒരു തരത്തിലും സമ്മതിക്കില്ല. അവരെ പിന്നെ കീഴടക്കണമെങ്കിൽ കരയുദ്ധം നടത്തണമെങ്കിൽ 6 മുതൽ 8 ലക്ഷം വരെയുള്ള ആർമിയെ നേരിടണം. ഇപ്പോൾ ട്രംപ് പുതിയൊരിത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തോതിലെങ്കിലും ഒരു മേഖലയിലേക്ക് നമുക്കൊന്ന് പരീക്ഷണാർത്ഥം ഈ കുർദ് സേനയുമായിട്ട് ചേർന്നുകൊണ്ട് കടന്നു പോകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് വലിയ അപകടമാണ്, വലിയ ചതിക്കുഴിയിൽ വീഴും വിയറ്റ്നാമിലേതുപോലെ എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോഴും എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം. ട്രംപിന് ഇതൊന്നും ഇല്ലല്ലോ, സൈന്യത്തോട് പറഞ്ഞാൽ നിങ്ങൾ പോയി പിടിച്ചുകൊണ്ട് വരൂ എന്നുള്ള രീതിയിലാണ് SKN. അതിനിടയിൽ SKN ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇറാൻ്റെ 2 യുദ്ധക്കപ്പലുകൾ, ഒന്ന് ശ്രീലങ്കയിലും ഒന്ന് ഇന്ത്യയിലും അഭയം കിട്ടിയിരിക്കുന്നതിന് പൊളിറ്റിക്കൽ മാനങ്ങൾ വളരെയുണ്ട്. എല്ലാ കപ്പലുകളും തകർക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപ്. അപ്പം ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് ആണ് ഒരുപക്ഷെ ഇറാൻ കപ്പലുകൾക്ക് ഇന്ത്യയും ശ്രീലങ്കയും അഭയം കൊടുത്തിരിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ ഇതിന്റെ പുറത്താണെന്നുള്ളത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.